ഓ, അച്ഛൻ എന്തൊരു ചുമയാ ചുമക്കുന്നത്? മരുന്ന് കഴിക്കാൻ പറഞ്ഞ കേക്കണ്ടേ? മഞ്ഞു കൊണ്ടിട്ടാത്രേ. ഈ കഥ എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛനെ മണി പോയി കിടക്കരുത് കേട്ടോ. എന്ത് ചുമയാന്ന് ആർക്കറിയാം? ഇത്രയും ദിവസം ഞാൻ ഒളിച്ചു വെച്ചു. ഇനിയും പറയാണ്ടിരുന്ന അമ്മ അച്ഛനോട് വഴക്കിട്ട് പോയതല്ല. അച്ഛനെ കാണണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാരും കൂടി കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കായിരുന്നു. അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചിരുന്ന പ്രശ്നമാവുമെന്ന് പറഞ്ഞ് മനപ്പുറം പിരിച്ചതാ. ഈ 101 റുപ്യ ഞാൻ തിരിച്ചെടുക്കുക. ഇനി ഇത് നിനക്ക് തരാൻ വകുപ്പില്ലല്ലോ. ഒക്കെ മംഗളമായിട്ട് നടത്തിയ തരാന്ന വാക്ക്. നീയും വാക്ക് തെറ്റിച്ചു. കടിച്ച മാതിരിയാ. ഇന്നലെ രാത്രി രണ്ടാളും ഒന്നും കഴിച്ചിട്ടില്ല. കാലത്തെ ഒന്നും കഴിക്കാതെ അവള് കോളേജിൽ പോയിരിക്കണേ. അച്ഛനാണെ ഇതുവരെ ജലപാനം കഴിച്ചിട്ടില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായെന്ന് എനിക്കറിയില്ല. അച്ഛനെങ്കോട്ടാ? അമ്മയുടെ അടുത്തേക്കാണെ പോകണ്ട. പോകണ്ടെന്ന് പറയാൻ നീ ആരാ? അമ്മയ്ക്ക് അച്ഛനെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ? ആര് പറയടാ? ആര് പറഞ്ഞു? അവളോ അതോ നിങ്ങളോ? ഞങ്ങളെ രണ്ടാളെയും പിരിച്ചു നിർത്താൻ നിങ്ങൾ എല്ലാരും കൂടി കമ്മിറ്റി കൂടി തീരുമാനിച്ച അറിഞ്ഞു. എന്നാ കേട്ടോ, ഞങ്ങളെ പിരിക്കാൻ ഈ ലോകത്തൊരു പട്ടിക്കും അധികാരമില്ല. തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിച്ചു, നിങ്ങളെ പിരിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. പക്ഷെ ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. അത് അംഗീകരിക്കാൻ തയ്യാറുള്ള മാത്രമായിട്ട് നിന്നാൽ മതി. ഒന്നും മിണ്ടാതിറങ്ങി പോയ എന്താ അർത്ഥം? മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആര് യാത്ര പറയാറില്ല. എന്നെ സംബന്ധിച്ചോളം നീ മരിച്ചു, അത് തന്നെ എന്റെ അർത്ഥം. പാർവതി, പാർവതി നിക്കണം. ഏട്ടനോട് അനുവാദം ചോദിച്ചിട്ടാണോ അച്ഛൻ ഇങ്ങോട്ട് വന്നത്? അനുവാദോ? അനുവാദം ചോദിക്കാൻ ഞാൻ ആരുടെ അടിയാനും കുടിയാനും ഒന്നുമല്ല. ഓ, അപ്പൊ അമ്മയെ കാണാൻ ഒളിച്ചു വന്നാണല്ലേ? ഒളിക്ക്? അതിന് ഇവിടെ താമസിക്കുന്ന എന്റെ ഒളിസേവക്കാരിയല്ല. 30 കോടി ദേവന്മാരെ സാക്ഷി നിർത്തി ഞാൻ മിന്നു കെട്ടിയ എന്റെ ഭാര്യ. 30 വർഷമായി ഒരാത്മാവായി കഴിയുന്ന എന്റെ ശക്തിയാ. മരിക്കണത് വരെ അവൾ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. എന്താ തടയാൻ ധൈര്യമുണ്ടോ? ആ, അച്ഛൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ? പ്രശ്നം ഉണ്ടാക്കാനല്ല, അവസാനിപ്പിക്കാൻ വന്നാ. അമ്മയെ കണ്ടില്ലേ അച്ഛൻ ഉറക്കം വരില്ല അല്ലേ? ഇല്ലടാ. അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ അമ്മയെ കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇത്രയും വയസ്സായില്ലേ, ഇനിയെങ്കിലും. ഛർദികളാ, എന്തിനാ വിഴുങ്ങണേ? പറയാൻ മടിയുണ്ടോ? ഞാൻ എന്തിനാ മടിക്കണേ? അച്ഛൻ എപ്പോഴും ചെറുപ്പമെന്നാ വിചാരം. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അവളോട് മോഹം ഉണ്ടെന്നല്ലേ? എന്താ നാവിറങ്ങിപ്പോയോ? പറയടാ. അതെ പാർവതി, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. എന്താ എടുക്കാനുള്ള വെച്ചാ എടുത്തോളൂ. ഇപ്പൊ ഇറങ്ങണം. എങ്ങോട്ടാ? ഉടുകാട്ടിലേക്ക്. എന്താ? അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറയാൻ നീ ആരാടാ? ഞങ്ങളുടെ അമ്മയോട് ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഓ, ഉത്തരവാദിത്വം. മടി നിറച്ച് അരി വാരി കൊടുത്ത് വേലക്കാരത്തേക്ക് സംബന്ധം ഉണ്ടാക്കണം അമ്മായച്ചനെ സ്പെഷ്യൽ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കണം. 18 തികയാത്ത സ്വന്തം കുഞ്ഞു പെങ്ങൾക്ക് അച്ഛനേക്കാ പ്രായമുള്ള ഭർത്താവിനെ അന്വേഷിക്കണു. എന്റെയൊക്കെ ഒരു ഉത്തരവാദിത്വം. അച്ഛാ, മിണ്ടി പോകരുത്, അടിച്ച് കാരണം പോയി ഞാൻ. ആ, ഇറങ്ങാം. ഇവന്റെ ഒന്നും പച്ച വെള്ളത്തിന്റെ ഔദാര്യം നമുക്ക് വേണ്ട. വാ, ഇറങ്ങ, വാ. മോനെ, നിനക്കുണ്ടൊരു കുഞ്ഞ്. അവളും വളർന്നു വലുതാവും. അന്ന് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്തായിരിക്കും. അവൾ ഇതുപോലെ നിങ്ങളെ വലിച്ചു കീറിയാൽ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തേക്കാ വലിയൊരു ബന്ധമുണ്ടെന്ന്. പോവാം.
അയ്യോ, അച്ഛനും അമ്മയായിരുന്നോ? കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നെന്നാ കരുതിയേ. ആ, അകത്തേക്ക് വരൂ. ഓ സുമിത്രേ, സുമിത്രേ, ആരാ അത്? ചെവിക്കല തീർക്കൂലോ നാശം. ഓഫീസിൽ നിന്ന് എപ്പോ വന്നേ ഉള്ളൂ. ഒരു അതേരിക്കാം. ബിസിനസ് എവിടം വരെയായി? അച്ഛാ, ഒന്നും തോന്നരുത്. സത്യം പറഞ്ഞ ഞാൻ ബിസിനസ് തുടങ്ങാനൊന്നും പോകുന്നില്ല. കയ്യിലിരിക്കുന്നതിനെ കളഞ്ഞിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ ഞാനത്ര മണ്ടനൊന്നുമല്ല. അപ്പോ എന്നോട് വാങ്ങി 50,000 ഉറുപ്പിക ഇപ്പൊ തിരിച്ചരാമല്ലോ അല്ലേ? അതിപ്പോ ഉടനെ എന്തായാലും പറ്റില്ല. അതെന്താ? അതിൽ നിന്ന് കുറച്ചെടുത്ത് വീടൊന്ന് പുതുക്കി. പിന്നെ ദിവസവും ബസ്സിൽ തൂങ്ങിയുള്ള ഈ ഓഫീസ് യാത്ര ഭയങ്കര കഷ്ട. അതുകൊണ്ട് ഒരു സ്കൂട്ടർ. അപ്പൊ കരുതി കൂട്ടി എല്ലാവരും ചേർന്ന് എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? അച്ഛാ, ഞാൻ വേണ്ട, ഒക്കെ മനസ്സിലായി. കരുതി കൂട്ടി കള്ളക്കഥകൾ ഉണ്ടാക്കി എല്ലാരും കൂടി ചേർന്ന് ഈ വയസ്സിനെ പറ്റിക്കായിരുന്നു അല്ലേ? പാർവതി വാ, ഇവരും മരിച്ചവരുടെ കൂട്ടത്തിലാ. വാ, ഇറങ്ങ്. അല്ല, നമുക്ക് സന്ധ്യയായിട്ട് പോവാം. ഈ അവസ്ഥയില് നമ്മളെ നാട്ടുകാർ കാണണ്ട. തമ്പി, ഞങ്ങള് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ വല്ലതും കഴിച്ചോ? വരൂ. വാ. റിട്ടയറായപ്പോ കിട്ടിയ പണത്തിൽ നിന്ന് കുറച്ചെങ്കിലും എടുത്ത് മാറ്റി വെക്കാമായിരുന്നില്ലേ പാർവതി? തമ്പി ആരോടായി പറയണേ? കർണന്റെ പരമ്പരയാ ദാനവംശം. തറവാട് തീരെഴുതി കൊടുത്ത് പടിയിറങ്ങിയപ്പോ പിടിച്ചേൽപ്പിക്കാൻ ഒരു പെങ്കൊച്ചുണ്ടെന്ന് ഓർക്കാമായിരുന്നു. ഇവിടെ ഉണ്ട് 2-3 എണ്ണം. ഈ തറവാട് എന്റെ പേര് ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. ഇല്ലെങ്കിൽ വായിക്കൽ ഇടാൻ പോലും ആരും ഉണ്ടാവില്ല.